സമസ്ത ഹോംസിൻ്റെ കൊടപ്പനക്കുന്ന് സൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഇന്ന് നാനോ വൈറ്റിൻ്റെ കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. ഇതാണ് നാനോ വൈറ്റ്. നാനോ വൈറ്റിൻ്റെ ഫുൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫുൾ ഷീറ്റ് വരുന്നത്. ഇതിനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് വേറെ പാർട്ട് വേണമെങ്കിൽ കിട്ടും നമുക്ക്. ഇപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 2.86 1.44 ഇതിൻ്റെ സൈസ് വരുന്നത്. ലെങ്ത് 2.86 വീതി 1.44 വരുന്നത്. ഇതിനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് 72 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ട് 2 പാർട്ടായിട്ട് വേറെയും കിട്ടുന്നതാണ്. നമുക്കിപ്പോൾ ഇത് ഫുൾ ഷീറ്റ് വേണമെന്നുള്ളതാണ് നമ്മൾ ഫുൾ ഷീറ്റ് എടുത്തത്. നാനോ വൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വൈറ്റ് ഗ്രാനൈറ്റ് ഒരിക്കലും കിട്ടത്തില്ല. അപ്പം ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആയിട്ട് നമ്മൾ കിച്ചണിൽ ഇടുമ്പോഴത്തേക്ക് നാനോ വൈറ്റ് ആണ് ഇടുന്നത്. ഈ നാനോ വൈറ്റിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് റേറ്റ് നല്ല കൂടുതലാണ്. അത്യാവശ്യം സ്ക്വയർ ഫീറ്റിന് 500 രൂപ മുതൽ 600 രൂപ വരെ റേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ജനറേഷൻ അനുസരിച്ചാണ് വ്യത്യാസം വരുന്നത്. ഇത് G7 ആണ് ഈ ഗ്രാനൈറ്റ് വന്നിരിക്കുന്നത്. കട്ടിങ് ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതായത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പ്ലേറ്റ് നമ്മൾ മെഷർമെൻറ്റ് റെഡിയാക്കിയിട്ട് ഈ പ്ലേറ്റ് വെച്ച് അതിൻ്റെ സൈഡിൽ ഇത് ടൈറ്റ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്യുന്നത്. നമുക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ്. ഈ കട്ട് ചെയ്ത നാനോ വൈറ്റ് നമ്മൾ കിച്ചണിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ സൈഡൊന്നും നമ്മൾ മോൾഡ് ചെയ്തിട്ടില്ല. അത് ഇനിയേ ചെയ്യത്തുള്ളൂ, ഫൈനലായിട്ടേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് അതിനെ കട്ട് ചെയ്ത് ആദ്യം നമ്മൾ കിച്ചണിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നാനോ വൈറ്റ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഫിഗർ. ഈ കട്ടിങ്ങിന് മുമ്പായിട്ട് നമ്മളിവിടെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നതിൻ്റെ കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കാരണം പൊടിയൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി കംപ്ലീറ്റും കവർ ചെയ്തിട്ടാണ് ബാക്കി പോർഷൻ ചെയ്യുന്നത്. ഇത് വാഷ് ഏരിയയിലെ നാനോ വൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതും മോൾഡിങ് വന്നിട്ടില്ല. മോൾഡിങ് ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ട് പാലുകാച്ചി വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്.